ഹാഷ്മി, എങ്ങനെയുണ്ട് നിലമ്പൂരിൽ? നിലമ്പൂർ ടൈറ്റാണ് കാര്യങ്ങൾ. ഇനിയിപ്പം ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവസാന വോട്ടും പിടിക്കാൻ എന്ന് പറഞ്ഞാൽ വലിയ ഇളക്കിയുള്ള വലിയ പ്രചരണം ഇപ്പോഴും മുന്നണികൾ, സത്യം പറഞ്ഞാൽ UDF ആവട്ടെ LDF ആവട്ടെ അൻവർ ആവട്ടെ ആരും ചെയ്യുന്നില്ല. എല്ലാവരും വളരെ സൈലൻ്റായി അടിത്തട്ടിലെ നേരിട്ട് പരമാവധി ആൾക്കാരെ പോയി കാണുക, ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ പോയി കാണുക, ചെറിയ ചെറിയ സംഘടനകളെ പോയി കാണുക, അങ്ങനെ നേരിട്ട് വോട്ടുറപ്പിക്കാനുള്ള പരിപാടിയിലാണ് നേരിട്ട് കാണുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി 2 നാൾ മാത്രമാണ് ബാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുണ്ട്, പ്രിയങ്ക ഗാന്ധി എന്നുണ്ട്, രാജീവ് ചന്ദ്രശേഖർ എന്നുണ്ട്, തൃണമൂൽ MP യൂസഫ് പത്താൻ എന്ന മണ്ഡലത്തിലുണ്ട്. പോത്തുകലിലെ കരുളായി അമരമ്പലം കൺവെൻഷനുകളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. നിലമ്പൂരിൽ നിന്നും വിപിൻ സി വിജയൻ, സുഹൈൽ മുഹമ്മദ്, ശ്രീകുമാർ എന്നിവർ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം വിപിൻ സി വിജയനിലേക്കാണ്. വിപിൻ, അപ്പോൾ ഇന്ന് അവിടുത്തെ റിപ്പോർട്ടർമാർക്ക് കടുത്ത പണിയുള്ള ദിവസമാണ്. ഗുഡ് മോർണിംഗ്. അതെ, ഇന്ന് ആവേശത്തിന്റെ ഒരു പോര് എന്ന് തന്നെ പറയാവുന്ന ദിവസമാണ്. കാരണം പ്രധാനപ്പെട്ട ഇവരുടെ മുന്നണികളുടെ എല്ലാം തന്നെ സ്റ്റാർ ക്യാമ്പയിനർമാർ ഒരുമിച്ചെത്തുന്ന ദിവസമാണ് ഇന്ന്, അതും ഉച്ചയ്ക്ക് ശേഷമാണ്. പക്ഷേ പ്രധാനപ്പെട്ട അതിനൊരു തടസ്സമായി നിൽക്കുന്നത് മഴയാണ്. കാരണം ഇവരൊക്കെ തന്നെ റോഡ് ഷോയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ മഴയാണ്. ഇന്നലെ പുലർച്ചെയൊക്കെ അതിശക്തമായ മഴ എന്ന് തന്നെ പറയാം. അപ്പോൾ മഴയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതൊരു വലിയ വിജയമാവുക എന്ന് മുന്നണികൾക്കിടയിൽ തന്നെ വലിയ ഒരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഉച്ചയ്ക്ക് ശേഷം മഴ മാറി നിൽക്കുമെന്നൊരു പ്രതീക്ഷ മാത്രമാണ് നിലവിലുള്ളത്. ഇപ്പോൾ യൂസഫ് പത്താൻ ഇന്ന് എത്തുന്നുണ്ട്. അദ്ദേഹം ഇന്ന് രാവിലെ 11:30 ഇവിടുത്തെ കോടതിപ്പടിയിലുള്ള ഒരു ഗ്രൗണ്ടിൽ ഇവിടുത്തെ ഒരു പ്രാദേശികമായിട്ടുള്ള ക്ലബ്ബുകൾക്കൊപ്പം ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. നമുക്കറിയാം യൂസഫ് പത്താനെയൊക്കെ അത്രത്തോളം പ്രിയപ്പെട്ട മലയാളിക്ക്. അപ്പോൾ അദ്ദേഹം ഇവിടെ എത്തുകയും ക്രിക്കറ്റ് കളിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് 3 മണി മുതൽ വഴിക്കടവ് വരെ, നിലമ്പൂരിൽ നിന്ന് വഴിക്കടവ് വരെയാണ് തൃണമൂൽ കോൺഗ്രസ് PV അൻവറിനായി വോട്ട് ചോദിച്ചുകൊണ്ട് അവർ റോഡ് ഷോ ഉള്ളത്. അത് PV അൻവർ ഒരു ശക്തി പ്രകടനം തന്നെ ആക്കി മാറ്റാനാണ് പദ്ധതിയിടുന്നത്. പ്രിയങ്ക ഗാന്ധി ഇന്ന് എത്തുന്നു എന്നുള്ളതാണ് UDF ക്യാമ്പിനെ ഏറ്റവും ആവേശത്തിലാക്കുന്നത്. പ്രിയങ്ക ഗാന്ധി ഇന്ന് 2 പരിപാടികളിലാണ് ഇന്ന് പങ്കെടുക്കുന്നത്. ഒന്ന് മൂത്തേടത്തും ഒന്ന് നിലമ്പൂരിലും. അത് ആ പരിപാടി നടക്കുന്നതിന്റെ തൊട്ട് മുന്നിൽ നിന്നുള്ള റോഡ് ഷോ ആയിട്ടാണ് ഈ കൺവെൻഷൻ സെന്റർ ഈ സ്ഥലത്തേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുക. അവിടെ പ്രധാനപ്പെട്ട നേതാക്കൾ, UDFന്റെ എല്ലാ നേതാക്കളും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവർക്കൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി കൂടി ആര്യാടൻ ഷൗക്കത്തിനായി വോട്ട് ചോദിക്കും. ഒപ്പം LDFനായി 3 ദിവസമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെയുണ്ട്. ഇന്ന് 3 സ്ഥലങ്ങളിൽ, ിരിക്കുന്നത്. ഇനി നമുക്ക് സുഹൈൽ മുഹമ്മദിലേക്ക് ഒന്ന് പോകണം. സുഹൈൽ, ഇപ്പൊ യൂസഫ് പത്താൻ വരുന്നുണ്ട്. അപ്പൊ അൻവർ നമ്മൾ നേരത്തെ കണ്ടതാണ്, ഓരോരുത്തരും ഒരുമിച്ച് പോകാതെ, കൂട്ടമായി പോകാതെ നേരെ സ്ഥാനാർത്ഥികളെ പോയി കാണുന്നു. പക്ഷേ ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതിന്റെ ഒരു ഊർജ്ജം ഉണ്ടാകും. യൂസഫ് പത്താൻ വരുമ്പോൾ അൻവർ ഏത് രീതിയിലാകും? ഒപ്പം തന്നെ BJPയും അവരുടെ പ്രചരണ തന്ത്രങ്ങൾ എന്താണ്? ഹാഷ്മി, സ്മിത, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പരസ്യപ്രചാരണം അവസാനിക്കാൻ കലാശക്കൊട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ആവേശം അതിന്റെ ഉച്ചസ്ഥായിൽ എത്രത്തോളം എത്തിക്കാനാകുമോ അതിന്റെ പരമാവധി എത്തിക്കാനുള്ള നീക്കത്തിലാണ് മുന്നണികളെല്ലാം. ആ കൂട്ടത്തിൽ അൻവറും NDAയും ഒക്കെ സജീവമായി തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ LDFന്റെയും UDFന്റെയും ക്യാമ്പുകൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഏത് മുക്കിലും മൂലയിലും ചെന്നാൽ ഒരു സംസ്ഥാന നേതാവോ മന്ത്രിയോ അടക്കം VIP എങ്ങും കാണാനാകും. ബോർഡ് വെച്ച് MLA MP ബോർഡ് വെച്ച് വാഹനങ്ങൾ, KL മണ്ഡല രജിസ്ട്രേഷൻ വാഹനങ്ങൾ, അതിങ്ങനെ തുരുതുരാ പോകുന്ന ഒരു കാഴ്ചയാണ് നിലമ്പൂരിൽ കണ്ടത്. അപ്പോഴൊക്കെ കാര്യമായ സെലിബ്രിറ്റികളോ VIP ഇറക്കാനാകാതെ വളരെ സങ്കടത്തിലായിരിക്കും PV അൻവർ ഉണ്ടായിരുന്നത്. ആ സങ്കടം തീർക്കാനാണ് PV അൻവർ യൂസഫ് പത്താനെ രംഗത്തിറക്കുന്നത്. നമുക്കറിയുന്ന പോലെ തന്നെ തൃണമൂലിന്റെ MP ആണ് യൂസഫ് പത്താൻ. അതിനപ്പുറത്തേക്ക് ഒരു ക്രിക്കറ്റ് സ്റ്റാർ വാല്യൂ ഉള്ള, നമ്മളെ 90കളിലൊക്കെ ഒരുപാട് ക്രിക്കറ്റിന്റെ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ്. ആ യൂസഫ് പത്താനെ ഫുട്ബോളിന്റെ മണ്ണായ മലപ്പുറത്ത് നിലമ്പൂരിൽ എത്തിക്കുമ്പോൾ കൂടുതൽ കായിക പ്രേമികളെ അടക്കം തന്നിലേക്ക് ആകർഷിക്കാൻ PV അൻവർ ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. PV അൻവർ കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ഇന്നലെ വരെ അത്രത്തോളം സജീവമായി ഒന്നും പുറത്തുണ്ടായിരുന്നില്ല. പരസ്യപ്രചാരണങ്ങൾ ഉണ്ടായിരുന്നില്ല, പൊതുയോഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ഏകദേശം ഇന്നലെ മുതലാണ് അൻവറും കൃത്യമായ ഇലക്ഷന്റെ ഒരു പേസിലേക്ക് പോകുന്നത്, ഇലക്ഷന്റെ വേഗത കൂട്ടുന്നത്, ഇലക്ഷന്റെ ഫേസ് മാറ്റുന്നത്, ട്രാക്കിലേക്ക് വരുന്നത്. കാരണം ഇന്നലെ ആയിരുന്നു അൻവറിന്റെ വാഹന പ്രചാരണ ജാഥയുടെ ഫ്ലാഗ് ഓഫ് ഉണ്ടായിരുന്നത്. DJ വാഹനങ്ങളും LED വാളുകളുമായൊക്കെ ഒരു 19ലേറെ വാഹനങ്ങൾ ഈ നിലമ്പൂരിന്റെ പല മേഖലകളിൽ ഗ്രാമ റോഡുകളിലേക്ക് അടക്കം PV അൻവറിന്റെ വാഹനങ്ങൾ തുരുതുരാ പോകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഇന്നലെ മുതലാണ് PV അൻവറിന്റെ സജീവമായിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ PV അൻവറോട് അൻവർ എവിടെയും ചോദിക്കുമ്പോൾ പോക്കറ്റുകളിൽ വോട്ട് ചോദിക്കുകയാണെന്ന് പറഞ്ഞ PV അൻവർ ഇന്ന് പരസ്യ പ്രചാരണം, വാഹന പ്രചാരണ ജാഥയുമായി മുന്നോട്ട് പോവുകയാണ്. നിലമ്പൂർ മുതൽ വഴിക്കട വരെ ഏകദേശം 10-25 കിലോമീറ്റർ ദൂരമുണ്ട്. 3 മണിക്ക് 6 മണിക്ക് മാത്രം അവസാനിക്കുക. NDA സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം ഇന്ന് ഈ പറയുന്നത് പോലെ പഞ്ചായത്ത് പര്യടനം. എന്തായാലും പക്ഷേ PV അൻവർ ഈ പറയുന്ന അടിത്തട്ടിൽ അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷനിൽ വോട്ട് ചോദിക്കുക എന്ന രീതിയിൽ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പോത്തുകലിൽ ഒരു പഞ്ചായത്തംഗം പറഞ്ഞത് ഒരു ദിവസം ഈ 2 തവണ ഇത് അൻവർ വിളിക്കുന്ന പറഞ്ഞു. അപ്പോൾ എല്ലാവരും അങ്ങനെ വിളിക്കുന്നതൊക്കെ ഉണ്ട്. ആരും മോശമൊന്നുമല്ല, ആരെയും ചെറുതായി കാണേണ്ടതുമില്ല.
ശ്രീത് ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ശ്രീത്ത്, നമ്മൾ കഴിഞ്ഞ ദിവസം എം സ്വരാജിൻ്റെ കൂടെ രാവിലെ മുതൽ രാത്രി വരെ കൂടെ ഉണ്ടായിരുന്നു, ഷൗക്കത്തിനൊപ്പം ഉണ്ടായിരുന്നു, അന്നൂറിനൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീത്ത്, അപ്പോൾ നമ്മൾ സ്വരാജിൻ്റെ കൂടെ പോയപ്പോൾ കണ്ടത് ഈ പറയുന്ന മേഖലകളിലേക്കൊക്കെ അകത്തേക്ക് കയറി ഗ്രാമങ്ങളിൽ പോയി, ഓട്ടോയിൽ പോയി, അല്ലെങ്കിൽ ബൈക്കിൽ പോയി, അകത്ത് പോയി, എന്താണ് വാഹനം പോകാത്ത വഴികളിലൊക്കെ പോയി വോട്ട് ചോദിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ കണ്ടത്. അല്ലാതെ കാടിളക്കിയുള്ള വലിയ പ്രചരണം ഒരുപക്ഷെ അതിൻ്റെ ഏറ്റവും ഒടുവിലുള്ള സമാപന ദിവസം മാത്രം എന്തെങ്കിലും 10 ഈ പറയുന്ന ഡോലക്കോ ഒക്കെ കുട്ടിയുള്ള ഒഴിച്ചു നിർത്തിയാൽ അങ്ങനെ കാടിളക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. എനിക്കൊന്ന് ബാക്കി 2 ദിവസവും LDFിൻ്റെ സ്വരാജിൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജി അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു, അല്ലേ ശ്രീ? അതെ, തീർച്ചയായും. പക്ഷേ കഴിഞ്ഞ ദിവസം മുതൽ അത് മാറിയിട്ടുണ്ട്. വലിയ വാഹനങ്ങളുടെ ഒക്കെ അകമ്പടിയോടുകൂടിയാണ് ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലേക്കും എത്തുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് അതത് പ്രദേശത്തെ ആളുകൾ ഒരു സ്വീകരണ സ്ഥലം കഴിഞ്ഞാൽ മറ്റൊരു സ്വീകരണ സ്ഥലത്തേക്ക് അനുധാവനം ചെയ്യുന്ന ബൈക്കുകളും വാഹനങ്ങളും അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോകും. അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവിടുത്തെ ആളുകളായിരിക്കും, അവിടുത്തെ പാർട്ടിക്കാരും അവിടുത്തെ പ്രവർത്തകരുമായിരിക്കും അനുധാവനം ചെയ്യുന്നത്. അങ്ങനെ വലിയ നാസിക് ഡോളുണ്ട്, ശിങ്കാരി മേളമുണ്ട്, ചെണ്ടമേളമുണ്ട്. അങ്ങനെ വലിയ ആഘോഷത്തോടു കൂടിയുള്ള ഒരു സ്വീകരണം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 2ാം ഘട്ടത്തിൽ എം സ്വരാജിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രാവിലെ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്ന് പെട്ടി വിഷയം, ഇന്നലെ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ചീറ്റിപ്പോയി എന്നാണ് ഇടത് ക്യാമ്പ് പറയുന്നത്. സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്ന് ഇന്നലത്തെ പ്രതികരണം തന്നെ അദ്ദേഹം ആവർത്തിച്ചു. കോൺഗ്രസ് നേതാക്കളുടെ വാഹനങ്ങൾ പരിശോധിക്കാൻ പാടില്ല എന്ന ഒരു നിയമം ഉണ്ടാക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇടത് ക്യാമ്പ് അല്ലെങ്കിൽ എം സ്വരാജ് വലിയ ആത്മവിശ്വാസത്തിലും ആവേശത്തിലുമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രി ഇവിടെ തുടരുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. അത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം. ഏത് സ്ഥാനവും വഹിക്കാൻ യോഗ്യനായ ആൾ തന്നെയാണ് ഞങ്ങളിവിടെ നിർത്തിയ സ്ഥാനാർത്ഥി എം സ്വരാജ് എന്നാണ് പറഞ്ഞത്. ജയിച്ചാൽ മന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് അതിനൊന്നും ഇപ്പോൾ മറുപടിയില്ല എന്ന് ഇടത് നേതാക്കൾ പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നാണ് അത്തരമൊരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഇന്നും ഇവിടെ ഈ ജില്ലയിൽ അല്ലെങ്കിൽ നിലമ്പൂരിൽ തുടരുകയാണ്. അല്പസമയത്തിനകം സ്വരാജിന്റെ ജന്മദേശമായ പോത്തുകലിൽ നടക്കുന്ന പഞ്ചായത്ത് റാലിയെ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്യും. എന്തായാലും കാടിളക്കിയുള്ള ഒരു പ്രചരണത്തിന് LDF മണ്ഡലത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നു. ഹാഷ്മി, സ്മിത. ഓക്കെ, അപ്പോൾ 3 ക്യാമ്പുകളിലെ വിവരങ്ങൾ നൽകുകയായിരുന്നു വിപിൻ സി വിജയനും ശ്രീകുമാരനും സുഹേൽ മൂദം.